വൈകിട്ടേ വൈകിട്ട് 12:30 സമയം. വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അല്ലല്ലേ, പിന്നെ ആരാത്? എലിക്കുട്ടിയമ്മ അറിയോ? ഇല്ലേ? കണ്ടു പരിചയം പോലും ഇല്ലേ? ഇയാളാണോ വന്നത്? ആരായിരിക്കും? ആരാന്ന് കൊടുത്തേന്ന് നോക്കാനൊന്നുമില്ല. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനല്ലേ? എന്നാ പിന്നെ കേറ്റിയേക്കാം അല്ലേ? ചായ വേണോന്ന് ചോദിച്ചേ. ചായ കൊടുക്കട്ടെ കുടിക്കാൻ? വേണോ? ചായ കുടിക്കാൻ കൊടുക്കണോ? ചായ കുടിക്കാറുണ്ടോന്ന് ചായ കുടിക്കാൻ വേണോന്ന്. ചായ കിട്ടിയാൽ നല്ലതായിരുന്നു. ചായ കിട്ടിയാൽ നല്ലതായിരുന്നു. ചായ ഇതാ നല്ലതാണ്. എന്നാ കൊടുക്കാം അല്ലേ? കൊടുക്കണമേ? കൊടുക്കണോ എലിക്കുട്ടി? കൊടുക്കണോ? പിന്നെ കൊടുക്കാല്ലേ? എടുത്തു കൊടുക്കും. പിന്നെ എന്നാ കൊടുത്തേക്കാം. അത്യാവശ്യ കാര്യത്തില് ഉള്ളതല്ല. കൊടുത്തേക്കാം. എവിടുന്നാന്നൊക്കെ ചോദിച്ചേ. എവിടുന്ന് വന്നതാണ്, എവിടുത്തെയാന്നൊക്കെ ചോദിച്ചേ. ആരുടെ മകനാന്നൊക്കെ ചോദിച്ചേ. എന്താ ആരുടെ മകനാ, എവിടുന്നാ വന്നേന്നൊക്കെ ഒന്ന് ചോദിച്ചേ. ആരുടെയാണോ തന്നത്? അത് എനിക്കറിയത്തില്ല. അതിനോട് ചോദിക്കേ. അവൻ പറഞ്ഞോളൂ. അമ്മ ചോദിക്കാതെ പറയുമോ? എന്നാ അങ്ങോട്ട് അടുക്കളയിലോട്ട് ചെല്ലണോ? ചായയൊക്കെ എടുക്കണം. ആണോ? അടുക്കളയിലാണോ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചോ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചോ? എലിക്കുട്ടിയമ്മ ചായ കുടിച്ചോ? കുടിച്ചില്ല. ഇല്ലേ? ഇല്ലേ? ചായ എടുക്കുന്നേ ഉള്ളു അല്ലേ? അത് കഴിഞ്ഞ് പ്രാർത്ഥന ഇല്ലയോ? ഇന്ന് ഉറങ്ങിയില്ല അല്ലേ? ഇത് കഴിഞ്ഞ മുഴുവൻ പ്രാർത്ഥനയായിരുന്നല്ലേ? ആണോ? പ്രാർത്ഥന ഇല്ലമായിരുന്നല്ലേ? അപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ മൊത്തം പ്രാർത്ഥനയായിരുന്നു. അതാരുടെയാ അത്? കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ അതാരുടെയാ? ഇവിടെയുള്ള പെണ്ണുങ്ങളുടെ ആണുങ്ങളെ ആണോ? എലിക്കുട്ടിയുടെ ആണോ? എലിക്കുട്ടിയുടെ ആണോ? നോക്കിയേ, കുഞ്ഞു കുഞ്ഞു പൂക്കള്. ആണോ? ഇവിടെ വെച്ചിട്ട് പോയതല്ലേ? അതാരെയാ അത്? അതെന്നാ? കൈ പിടിച്ചോണ്ട് നടക്കാൻ പറ്റുമോ? കൈ പിടിച്ചോണ്ട് നടക്കേണ്ട സാധനം അല്ലല്ലോ. ഇതൊക്കെ എവിടെ കൊണ്ടേ വെക്കുന്നത്? കാക്കെടുത്തത്? കാക്ക ഇത് ചോദിച്ചിട്ട് ആരും എവിടെ പോണത്? എന്തൊരു ഇടപാടാണോ? ചായ എടുക്കുന്നുണ്ടല്ലേ? നമുക്ക് ചായ കുടിച്ചാക്കല്ലേ? ചായക്ക് എന്നാ കടി? കൊടുത്തോളൂ. അവിടെ ഉണ്ടോ സാധനമൊക്കെ? എലിക്കുട്ടമ്മ മേടിച്ചു വെച്ചിട്ടുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അല്ല അമ്മയ്ക്ക് അത് അതിനുണ്ട്, അതിന് ധൃതിയില്ല. അത് പറഞ്ഞാ വെക്കോ? ദൈവമേ ഇവർക്ക് കൊടുക്കണം. അടുത്ത ആൾക്ക് വേണ്ട. അതിന് എലിക്കുട്ടി വന്ന് കുടിക്ക്. പാലൊക്കെ ഇട്ട് ഭയങ്കര ചൂടായിരിക്കുവേ. ആണോ? ബണ്ണ് വേണം. എന്നാ വേണം? ബണ്ണ്. റൊട്ടി. അങ്ങനെയാണോ? എന്നാ വന്ന് കഴിച്ചോ. പഴമൊക്കെ എടുത്ത് വന്നോ? പഴമൊക്കെ എടുത്ത് കഴിക്കേ. എടുക്ക്. ഇതിനകത്തോട്ട് എടുത്തോ, കഴിക്കണ്ടേ? റൊട്ടി വേണ്ടേ?
അത് ഞങ്ങൾ കഴിക്കാൻ പോവാ. ഏ? ഞങ്ങളൊക്കെ കഴിക്കാൻ പോവാ. ബാ സമയം പോയിക്കും, സമയം വരാം. കാലായിട്ടോ മോനെ. പിന്നെ കഴിക്കാൻ അതിന് മാത്രം നല്ലത്. ആ ഇച്ചിരി ഉള്ളു, ഇച്ചിരി കഴിക്കാനേ ഉള്ളു. എന്നാലും ഉച്ചയ്ക്ക് പിന്നെ കഞ്ഞി കുടിച്ചായിരുന്നോ? പഴവും ജ്യൂസും കുടിച്ചോളോ? ആ അത് മതി. ആ അത് മതി, എനർജി കിട്ടിയാൽ മതിയല്ലോ. വന്നിട്ട് കഴിച്ചോ, ഞങ്ങൾ കഴിക്കാൻ പോവാ. ഞാനും കഴിക്കാൻ പോവാ. ആ ആണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ കഴിച്ചേക്കാം ബാ. എന്നാ കഴിച്ചേക്കാം ബാ. ചായ കുടിച്ചേക്കാം ബാ. കുടിക്കാനോ? ആ കുടിക്കാൻ ഉണ്ടെങ്കിൽ കുടിക്കണം. ഉണ്ടെങ്കിലോ? ജലമായിട്ടാണോന്നും. എന്റെ തലോടിയൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്നു. ആ എന്നെ ഭയങ്കര വിളിയായിരുന്നു കിടക്കാൻ പറഞ്ഞേ. ആണോ? ഞാൻ പോയില്ല, എനിക്ക് കിടക്കാൻ തോന്നിയില്ല. ഞാൻ പോയില്ലേ, എന്നിട്ട് ഇങ്ങനെ അവസാനം മടുത്തിട്ട് പോയത് എന്റെ തലോടിയൊക്കെ എടുത്ത് വെച്ചു. ചിരിക്കണ് 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 വരാൻ പറ്റുമോ? ആ അറിയാൻ മേലത്രക്ക് വിളിച്ചു തരാൻ പറ്റിയില്ല. കാരണം അവര് കണ്ണടച്ച് വെച്ചു. ആ അതുകൊണ്ട് കണ്ണം കടച്ചെന്ന്. പിന്നെ നമ്മൾ ആൾക്കാർ വേറെ ആളുമായിട്ട് അടുത്ത് വരുമ്പോൾ മാറ്റം വരും. പരിചയപ്പെട്ട് കഴിയുമ്പോൾ. ആ അങ്ങനെ ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും മതിയാണ്. ആ ആദ്യം പരിചയമില്ലാത്തപ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുകയില്ല. പരിചയം വന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്തടുത്ത് കൂടും. ബാ വന്ന് കഴിച്ചോ. എന്നാലും ബാ വന്ന് ചായ കുടിക്കാനേ. എന്നാ കഴിക്കാനോ? ചായ ചായ കുടിക്കാൻ കുട്ടികളെ പറയും. ഞാൻ കുടിക്കാൻ പോവാ കേട്ടോ. ഞാൻ കുടിച്ചിട്ട് എനിക്ക് വേറെ പണിയുണ്ട്, നമുക്ക് പോവാ. അമ്മയ്ക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. വാ വാ വന്നിരി. എനിക്കൊരു കുഴപ്പമില്ല. കുടിച്ച് അമ്മയ്ക്ക് കുഴപ്പമുണ്ടല്ലോ, ഞാൻ കുടിക്കും. വാ വാ ചായ കുടിക്കാൻ. ചായ കുടിക്കാൻ സമയം 4:15 ചെരുപ്പെടുന്ന കാര്യം പറഞ്ഞു. ചെരുപ്പെടുത്ത് ഇടിക്കണം, ഇപ്പൊ കൊടുത്ത് ഇടിക്കണം. 4:15 ഇവിടെ ഇരി. ഉച്ചയ്ക്ക് ചെരുപ്പ് ഞാൻ കൊണ്ട് ഇട്ട് കൊടുത്ത് പിന്നെ അത് ഇട്ട് നടക്കുമായിരുന്നു. തിന്നോ പൊളിക്കും. ആ ദേഷ്യഭാവമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? വേറെ ഒന്നും വേണ്ട. അമ്മ ചായ കുടി കഴിഞ്ഞോ? ചായ കുടിച്ച് കഴിഞ്ഞില്ലല്ലോ. ചായ കുടിച്ചു. ഞാനും ചായ കുടിക്കാൻ വരുവാണേ. ചായ കുടിച്ചാൽ തണുത്ത് വേണോ അല്ലേ? തണുത്തോ? ആ എന്നാൽ ഞാനും ചായ കുടിക്കാൻ വരുവാ. കുട്ടി അന്ന് ഇവിടെ വാതക്കലൊക്കെ വന്ന് ഇപ്പോട്ട് കേട്ടോ. എന്നാ എന്നാ കിടാവേ കയറ്റാറായില്ലല്ലോ. ഇച്ചിരി കഴിഞ്ഞ് കയറ്റിയാൽ പോരെ? ഇച്ചിരി കൂടെ കഴിഞ്ഞ് കയറ്റിയാൽ പോരെ കിടാവിനെ? ഇച്ചിരി കൂടെ കഴിഞ്ഞ് കയറ്റിയാൽ പോരെ കിടാവിനെ? ആ കെട്ടാറായില്ല സാർ. ഇച്ചിരി കൂടെ വൈകുന്നേരമായിട്ട് പോരെ? എപ്പോഴാണ് കെട്ടണമെന്ന് എനിക്കറിയത്തില്ല. ആ ഇതുങ്ങളെ ആ അറിയത്തുള്ളൂ. വിവാനാ കിട്ടുന്നത്. കിടാവിനെ നോക്കുന്ന ആള് വിവാനാ. അതുകൊണ്ട് വിവാനോട് പറയാം. കിടാവിൻ്റെ നോട്ടക്കാരൻ വിവാന. കിടാവിൻ്റെ നോട്ടക്കാരനെ വിവാന. ആ വിവാനാ കിടാവിനെ നോക്കുന്നത്. ആ ആ അവനല്ല അതിനെ ഭയങ്കര ഇഷ്ടം. അവനെ കൊണ്ട് കെട്ടിക്കാനാ? ആ അവനെ കൊണ്ട് കെട്ടിക്കണം. കിടാവിനെ കെട്ടുന്ന അവനാണ്. പോയി ഉമ്മയും കെട്ടിപ്പിടുത്തവും പരിപാടിയൊക്കെ അവൻ്റെയാണ്. വെണ്ണ കഴിക്കണോ? ഒന്നെടുത്ത് കഴിച്ചു. റൊട്ടി വേണ്ടേ? വിശക്കുന്നുണ്ട് എടുത്ത് എന്ന് പറഞ്ഞു. ഒരെണ്ണേ ഉള്ളൂ. എവിടെ വെച്ചിരുന്നേ? ആ റൊട്ടി ബാക്കി തിന്നതല്ലേ? ആ അത് തിന്നതാ. നീ ഒരെണ്ണേ ഉള്ളൂ മിച്ചം. വേലിക്കുട്ടിയമ്മ വേണേ എടുത്ത് തിന്നോ. ഇതിങ്ങനെയൊക്കെ താങ്കൾ കൂട്ടം വെച്ചിട്ടുണ്ടോ പിന്നെ അത് കളയുന്ന കളയും പണിയേ. ആ അതെ വെച്ചോണ്ടിരിക്കുകയല്ലേ ഒന്നും. കിള്ളി പറിച്ച് കളയും അല്ലേ? എങ്ങോട്ടാ മാറണേ? എങ്ങോട്ടാ മാറണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? സ്ഥലമുണ്ടോ? എങ്ങോട്ടാ പോണ്ടേ? ഇരിക്കാനോ കിടക്കാനോ? ഇരിക്കാനവിടെ ഇഷ്ടം പോലെയല്ലേ സ്ഥലം? ഇഷ്ടം പോലെയല്ലേ സ്ഥലം? അവിടെ ഇരിക്കാം, ദിവാങ്കോട്ട ഇരിക്കാം, അതേ ഇരിക്കാം, കട്ടിലേ കിടക്കാം.
എവിടെ? ദേ ഇവിടെ ഇതേലിരിക്കാൻ പറ്റേ ദേ ഇതേലിരിക്കാം, ഇതേലിരിക്കാം, അതേലിരിക്കാം, അവിടെ കട്ടിലേ കിടക്കാം, ഏത് വേണേലും കുഴപ്പമില്ല. പിന്നെ തന്നെ ഇപ്പം നമുക്ക് അറിയത്തില്ല, അതിനാ പരിചയമില്ലല്ലോ. പരിചയമില്ലേ? അതിനാ പരിചയമില്ലാത്ത? നമുക്ക് പരിചയമില്ലല്ലോ അതിനാ പരിചയമില്ലാത്ത? കിടക്കാത്ത. അയ്യോ, എലിക്കുട്ടിയമ്മ കിടക്കുന്ന പിന്നെ എവിടെയാ? എലിക്കുട്ടിയമ്മ എവിടെയാ കിടക്കണേ? 2-3 പ്രാവശ്യം കിടന്നിട്ടാണ് പിന്നെ കുറേയൊക്കെ അറിയാം. പരിചയം വരും അല്ലേ? ഇതിപ്പോൾ ഒന്നും അറിയത്തില്ല. ആണോ? ആദ്യമായിട്ട് കിടക്കാൻ വന്നാണോ? ആദ്യമായിട്ട് കിടക്കാൻ വന്നാണോ? ആദ്യമായിട്ട് കിടക്കുന്നതാണോ? ആഹാ. അപ്പം ഇതുവരെ എവിടെയാണ് കിടന്നോണ്ടിരുന്നേ? ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് വന്നിട്ട് എന്നാ നേരം ഇപ്പോൾ വന്നേ ഉള്ളല്ലേ? അതാ പറ്റിപ്പോയെ. ഉടനെ തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. വീട്ടോട്ടനാ പോകണോ? ആരാ വരുന്നേ കൊണ്ടുപോകാൻ? കൊണ്ടുപോകാൻ ആരാ വരുന്നേ? കൊണ്ടുപോകാൻ ആരാ വരുന്നേ? എല്ലാവരും വരുമോ? അത് തന്നെ നടന്നു പോകണോ? എനിക്ക് അറിയത്തില്ല എങ്ങനെയാ എവിടെയാണ്. ഇല്ലേ? ഉറങ്ങുന്നില്ലേ? ഇങ്ങനെ കിടക്കുന്നേ ഉറങ്ങുന്നില്ലേ? എന്നാ പറഞ്ഞ ഉറക്കമൊന്നും ഇല്ലേന്ന്? ഉറക്കമില്ലേന്ന്? ഉറക്കം ഉറങ്ങാൻ കിടന്നില്ലല്ലോ. കിടന്നില്ലേ? അവർക്കൊന്ന് കിട്ടിയപ്പോൾ നേർന്ന് ഉറങ്ങണ സമയമായല്ലോ. ഉറങ്ങാൻ നേരമില്ല. ഇല്ലേ? അതിനാ ഉറങ്ങാൻ നേരമില്ല തന്നെ. ഉറങ്ങാൻ കിടന്നാൽ അത് എന്തെല്ലാം പണിയുണ്ട്. രാത്രി പണിയെടുക്കാൻ പോവാണോ? എന്റെ ദേവി എന്നെ കടത്തി ഉറക്കിയേക്കണേ, എന്നെ കടത്തി ഉറക്കിയേക്കണേ, എന്നെ കടത്തി ഉറക്കിയേക്കണം. പനിയൊക്കെ കഴിഞ്ഞപ്പോ ഉറക്കമെല്ലാം പോയി. ഉറങ്ങി പനി സമയത്ത് ഉറങ്ങി തീർത്ത് പനിയെല്ലാം പോയി കഴിഞ്ഞപ്പോ ദേണ്ട വെറുതെ കുത്തിയിരിക്കുവോ. എന്നെ ഇന്ന് ഉറക്കുവോ? എന്നെ ഇന്ന് ഉറക്കുവോ? അതന്നെ അമ്മ കുത്തിയിരുന്നല്ലോ പ്രാർത്ഥന തുടങ്ങിയ പിന്നെ എന്നെ ഉറക്കുവോ? അമ്മയുടെ ജോമോന്റെ അടുത്തോട്ട് പോക്കോ. ആ മുറിയിൽ പോയിരുന്നു. അത് ഉറക്കമൊന്നും ഇല്ലാത്ത കൂടെ പോയിരുന്നു. ജോമോന്റെ അടുത്ത് പോയിരുന്നോളെ. ജോമോന്റെ അടുത്ത് അമ്മയുടെ മകൻ ജോമോനില്ലേ, അതിന്റെ അടുത്ത് പോയിരുന്നു. അതിൽ ഉറക്കമില്ലാത്ത നിങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് കമ്പനിക്ക് ഇരുന്നു. പണി ചെയ്തോണ്ടിരിക്കുന്നതോടെ അമ്മയോടെ പോയി പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥന കേക്കട്ടെ. അങ്ങനെയൊക്കെയാ. ഓരോ കൂട്ടം എടുക്കും. അങ്ങനെയാ. അങ്ങനെ ജോലി എടുത്ത് പഠിക്കണം. അല്ലാതെ പിന്നെ ജീവിക്കാൻ പറ്റുമോ അല്ലേ? അല്ലെങ്കിൽ പിന്നെ അനങ്ങാതെ ഇരുന്നിട്ട് ഒന്നും എടുക്കാൻ പറ്റിയല്ല. എടുത്ത് കഴിയുമ്പോ അത് വേറെ നടത്തിക്കൊണ്ട് പോകും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മാറിക്കഴിഞ്ഞ് ഉറക്കമൊക്കെ പോയി കേട്ടോ. കുത്തിയിരിപ്പോ രാത്രിയും പകലും. അതൊക്കെ നമുക്കൊരു ജീവിതമുണ്ട്. ആ ജീവിതം അത് ആ സമയത്ത് ഒരു പ്രായമുണ്ട്. ആ പ്രായത്തിനൊക്കെ അനുസരിച്ച് ജോലി ചെയ്തോളാം. ഓരോന്ന് കിട്ടുള്ളൂ, ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രത്യേകിക്കുകയും വേണ്ട. പിന്നെ ചെയ്യുന്ന ആരും വിചാരിക്കണ്ട. അത് പിന്നെ നടക്കില്ലല്ലോ. പ്രായം പോകുന്നതനുസരിച്ച് പിന്നെ നടക്കുമല്ലോ. പിന്നെ പ്രതീക്ഷിച്ചാൽ നമുക്ക് അത് ജോലി കിട്ടിയാൽ ഒരു പൈസയും ഒന്നും കിട്ടുമല്ലോ. ഇല്ല, അതൊക്കെ അവര് തട്ടിക്കൊണ്ട് പോകും. അത് ആ ഒരു പ്രായം കഴിയുമ്പോ പിന്നെ കാരണവും പറഞ്ഞു. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ലെന്നേ. ജോലി ഒന്നും കിട്ടിയിട്ടും കാര്യമില്ല. വിശ്വസിക്കാമെന്ന കാലല്ല. രണ്ടുപേരും കൂടെ പൊക്കോ. രണ്ടുപേരും കൂടെ മുറിയിലോട്ട് പൊക്കോ. ഇതിന്റെ കൂടെ പൊക്കോ. ഇത് ജോമോനാട്ടോ. വേറെ വല്ലവരും ആന്ന് പറഞ്ഞാൽ പോകത്തില്ലല്ലോ, അറിയത്തില്ല. ഇത് ജോമോനൂടെ പൊക്കോ. ആ മുറിയിൽ പോയി ഇരുന്നോ രണ്ടുപേരും കൂടെ. ഇത് വർത്താനം പറയാൻ അമ്മയിന്ന് വർത്താനം പറയാൻ ഇരിക്കുവല്ലേ? അല്ലെങ്കിൽ പ്രാർത്ഥനയല്ല. അങ്ങനെയൊന്നുമില്ല. കുടുംബത്തിൽ ജോലിയില്ല. ഈ പാതിരാത്രിക്ക് എന്തിനാ ജോലി ചെയ്യണേ? എല്ലാരും ഉറങ്ങണ സമയം ഇപ്പൊ. എല്ലാവരും ഉറങ്ങുന്ന സമയാട്ടോ. അമ്മ രാത്രി കുത്തിയിരിക്കുവാണേ. അമ്മയ്ക്ക് പനി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ക്ഷീണമൊക്കെ പോയി. രാത്രിയൊന്നും പകലൊന്നും ഇല്ല. എല്ലാം കുത്തിയിരിക്കുക. പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് ഇരിക്കുകയാണ് എലിക്കുട്ടിയമ്മ. അതങ്ങനെ ചികിത്സിച്ചു പോയി. അതാന്നേ അങ്ങനെ ശീലിച്ചു പോയെന്നേ. ഇനിയിപ്പൊ അതാ കുഴപ്പം. അപ്പൊ ഞാനെന്താ ഇവിടുന്ന് പൊക്കോട്ടെ. വേറെ മുറിയിലോട്ട് പൊക്കോളാം. വേറെ മുറിയിലേക്ക് പൊയ്ക്കോളാന്ന്. നിങ്ങൾക്ക് വേറെ ഉണ്ടോ? മുറി ഉണ്ടല്ലോ. വേറെ മുറി കിടപ്പുണ്ടല്ലോ. അവിടെ പോയി കിടക്കാം. ഇവിടെ കിടന്നാ ഇന്ന് ഉറങ്ങിയല്ല. അല്ലെ ആർക്കാ പോകണ്ടതൊക്കെ ഞാൻ ഒന്നും പറയാനില്ല. പോണ്ടവർക്കൊക്കെ പോകാം. അത് നിങ്ങളുടെ തീരുമാനം. കണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ടില്ലേ. അപ്പൊ അതിനൊന്നും പോകണ്ട. ഇവിടെ തന്നെ കിടന്നാ മതി. അവരവർക്ക് ഇഷ്ടമുള്ളത് എടുത്ത് കിടന്നോളാം. ജീവിക്കുക പറ്റാവുന്നത്.
പറ്റിയല്ലാത്ത നമ്മൾ അത് വേണ്ടാന്ന് വെക്കണം. അയ്യോ ഈശോയെ, ഭയങ്കര ഉപദേശങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. രാത്രി ഉറക്കിയല്ല. അത് വേണ്ടാന്ന് വെച്ചത് പിന്നെ നമുക്ക് വെറുതെ നമുക്ക് പറ്റാവുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതെടുത്ത് ചെയ്യണം. അല്ലാതെ എന്നാ ചെയ്യാൻ? അപ്പൊ എല്ലാ മക്കളോടും പറഞ്ഞോ? അമ്മയുടെ ക്ഷീണമൊക്കെ പോയി പനിയൊക്കെ മാറി സുഖായെന്ന് പറഞ്ഞോ? ആരാ അമ്മ പറഞ്ഞോ? മക്കളോടൊക്കെ പറഞ്ഞോ? പകലും മുഴുവൻ മിണ്ടാട്ടില്ല, മൗനവ്രതായിരുന്നു. വൈകുന്നേരമായപ്പോഴത്തേനും മിണ്ടാൻ തുടങ്ങി. സുഖായെന്ന് പനിയൊക്കെ പോയെന്ന് പറഞ്ഞോ? ആരുടെ അമ്മയുടെ മക്കളോട് പറഞ്ഞോ? ആരുടെ പനി? അമ്മയുടെ, എലിക്കുട്ടി അമ്മയുടെ. ഞാൻ പനിയാന്ന് പറഞ്ഞ് എനിക്കല്ല. അമ്മ പ്രാർത്ഥനയായിരുന്നു, മതിയാന്ന് പറഞ്ഞ് ഇരിക്കുന്നല്ലായിരുന്നു. അമ്മ ഭയങ്കര പ്രാർത്ഥനയില്ലായിരുന്നു, ഇരുന്നൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലായാലും അങ്ങനെയാ. പനിയാന്ന് പറഞ്ഞ് കയറി കിടക്കത്തൊന്നുമില്ല. ഞാൻ ഓരോ പണിയെടുക്കാലത്ത് ചെയ്യേണ്ടതൊക്കെ ചെയ്തോണ്ട് പോകും. നമുക്ക് ഇപ്പൊ പറ്റാവുന്ന പണി പ്രാർത്ഥനയായിരുന്നു, അത് അമ്മ മാക്സിമം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴഞ്ഞു കിടക്കും, ഒരു കാര്യം നടക്കില്ല. ഇവിടെ ആരും ചെയ്യാനില്ലല്ലേ? ചെയ്യാനില്ല. ഇവിടെ ഒരെണ്ണം പോലും ഇല്ല. പിന്നെ അലമ്പാ. ഒരു 3-4 മക്കളുണ്ടായിരുന്നല്ലേ? കെട്ടിക്കൊണ്ട് വന്ന് പെണ്ണുങ്ങളൊക്കെ എന്തി? ആരോടാ ചോദിക്കണം? അമ്മയോടെ ചോദിച്ച്. ഞാൻ കെട്ടിക്കോട്ടെ. അമ്മയ്ക്ക് 3 ആണുങ്ങളില്ലായിരുന്നോ? ഞങ്ങളൊന്നും കെട്ടിക്കോട്ട് വന്നില്ല. അമ്മയുടെ 3 മക്കൾ, ആ മക്കള് കെട്ടിക്കൊണ്ട് വന്ന് പെണ്ണുങ്ങളൊക്കെ എവിടെ പോയെന്ന്? അവര് കല്യാണം കഴിച്ചിട്ട് എത്ര വർഷമായി? അവരൊക്കെ ചെയ്താൽ മതിയല്ലോ വീട്ടിലെ പണികള്. അത് 3 പെണ്ണുങ്ങളും കൂടെ ഇങ്ങോട്ട് ഓടി വന്ന് ഒരൊറ്റ ചെയ്ത് ചെയ്തെല്ലാം തീരിയല്ലേ? അവര് കല്യാണം കഴിച്ചിട്ട് തന്നെ എന്തോന്നും വർഷം? വർഷായി. എന്നാ പരിപാടി? എന്നാ പരിപാടി? ഉറങ്ങാം. പിന്നെ ഇപ്പൊ കുടുംബജീവിതമായിരിക്കും. കുടുംബജീവിതം അല്ലേ? അല്ലാതെ എല്ലാത്തിനും പോണം. അല്ലാതെ കന്യാസ്ത്രീ ആകാൻ പോകാൻ പറ്റത്തില്ല. കന്യാസ്ത്രീ ഒന്നും ആകാൻ പോകാൻ പറ്റത്തില്ലെന്നേ. കുടുംബജീവിതം നയിക്കാനുള്ളവര് നയിച്ചില്ലേ, ഇനിയിപ്പൊ പിന്നെ പോവാൻ പറ്റുമോ? കുടുംബജീവിതം നയിക്കാനുള്ള സംഗതിയൊക്കെ ഉണ്ടാക്കണം. ചുമ്മാ ഒന്നും പറ്റിയല്ല. ഉറക്കം വന്നടിയോ? ഞാൻ വരാഞ്ഞിട്ടാണ് ഉറക്കം വരാഞ്ഞത്. അതെ അതെ, എന്റെ തലവണ കൂടെ വെച്ചല്ലേ ആയിരുന്നു ഉറങ്ങിയത്. ആഹാ, എന്റെ തലയുടെ കൂടെ വെച്ചിട്ടല്ലേ ഉറങ്ങിയേ. എന്നാ പകലാ സെറ്റിയാ വന്നിരുന്ന് ആ വഴിയിലോട്ട് നോക്കി ഇരിപ്പിരുന്നിട്ട് ഒരക്ഷരം വേണ്ടിയില്ല. ഇതില്ലേ ഇവിടെ എന്നോട് വിളിച്ചെന്നേ, ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കിടക്കാൻ പറഞ്ഞ് ഭയങ്കര വിളിയായിരുന്നു. എനിക്കിട്ട് ഉറക്കം വരുന്നില്ല. ഉറക്കം വരാൻ ഞാൻ ഇങ്ങനെ ഒന്ന് കിടക്കണത്. ഞാൻ അവിടെ ഇരുന്ന് ഭയങ്കര വിളിയായിരുന്നു എന്നെ. അതിന് അവസാനം മടുത്തി ഇവിടെ തന്നെ വന്ന് കിടന്ന് ഉറങ്ങി. ഉറങ്ങിയില്ല, പ്രാർത്ഥനയിൽ ചെന്ന് ഉറങ്ങിയിട്ടില്ല. കിടന്നു കഴിയുമ്പോ ഒരു മയക്കോ ഉറക്കൊക്കെ കഴിയുമ്പോ ക്ഷീണോ. പകലും രാത്രിയിലും ഇപ്പൊ ഉറക്കമില്ലാത്തത്. പകലും രാത്രിയിലും ഉറക്കമില്ലാത്തത് എന്താ? എലിക്കുട്ടി അമ്മയ്ക്ക് ഉറക്കമില്ല. ഇന്നലെയും വൈകിട്ട് 10-12 ഒരു 1:30 വരെ പറഞ്ഞു. എങ്ങനെ പണിയെല്ലാം ചെയ്ത് പണി ചെയ്ത് കഴിയുമ്പോ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവല്ലേ ചെയ്യേണ്ടത്? പ്രാർത്ഥന എല്ലാം ചെല്ലി അങ്ങനെ ശീലിച്ചു പോയായിരിക്കും. അറിയത്തില്ല എങ്ങനെയാ. ഓരോ മണിക്കൂറും ഓരോ സമയമൊക്കെ ഉണ്ട്. ആ സമയത്തോടൊന്നും ചെയ്യാം. അതങ്ങനെ ശീലിച്ചെങ്കിലേ പറ്റുള്ളൂ. അത് ശീലിക്കാതെ അത് കുഴപ്പിച്ച് കളഞ്ഞേച്ച് പിന്നെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ അത് രക്ഷപ്പെടുകയില്ല. തുറക്കുന്നുണ്ട്. അത് അവനെ തന്നെ വേണം ഇതൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ. അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് പറഞ്ഞിപ്പിച്ച് അവർ ചെയ്യിക്കണ കേട്ടോ ചെയ്യാനിരുന്ന ഒരു കാര്യം നമ്മൾക്ക് നടക്കുക. എവിടെയാലും ഇല്ലാത്ത ഇവിടെ ഇപ്പോൾ വൈകിട്ട് 12 മണിയായില്ലേ? വൈകിട്ട് 12:30 സമയം. വൈകിട്ട് 12:30 സമയം. വൈകിട്ട് 12:30 സമയം. അവരെല്ലാം കിടന്ന് ഉറങ്ങുമല്ലേ? എല്ലാരും കിടന്ന് ഉറങ്ങുവാ. എല്ലാരും കിടന്ന് ഉറങ്ങുവാന്ന്. ആ ഇപ്പൊ പകല് വൈകിട്ട് ഇരുട്ടല്ലേ? വൈകിട്ട് 12:30 സമയം. അടുക്കളയിൽ ആരും ഇല്ല. ഒറ്റ മനുഷ്യരില്ല. എല്ലാരും കിടന്ന് ഉറങ്ങുവാ. എലിക്കുട്ടിയമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഏത് ഞാനല്ലേ പറയണേ? എലിക്കുട്ടിയമ്മ പോയി കിടന്ന് ഉറങ്ങ. ചെല്ല്. നമ്മളൊക്കെ ഉണ്ടെന്നേ.
നമ്മളെല്ലാവരും അല്ലേ ഉള്ളേ. അത് പപ്പായൊക്കെ ഇങ്ങനെ വന്നില്ലേ? പപ്പായൊക്കെ അല്ലേ നിൽക്കുന്നേ. നിൽക്കുന്ന പപ്പായൊക്കെ ഉള്ളു, വേറെ പപ്പായൊന്നും ഇല്ല. അവിടെ പോയി കിടന്ന് ഉറങ്ങിക്കോ. ഉണ്ടോ? നല്ല ഇരുട്ടല്ലേ. എവിടെയാണ്? കടത്തിയാലേ മൂത്രം ഒഴിച്ചിട്ട് വായോ. കൊച്ചു പോയി മൂത്രം ഒഴിക്ക്. കൊച്ചു പോയി മൂത്രം ഒഴിച്ചേ. മൂത്രം ഒഴിച്ചിട്ട് വാ. അവിടെ പോയി എലിക്കുട്ടിയമ്മ. ഇനി കിടക്കേ മൂത്രം ഒഴിച്ച അടി മേടിക്കും കേട്ടോ. കിടക്കേലേ മൂത്രം ഒഴിച്ച അടി മേടിക്കുമെന്ന് കേട്ടാ. ആവശ്യമൊന്നുമില്ല. ആ ഇവിടെ ഉറങ്ങുന്നുണ്ടോന്ന്? പിന്നെ ഉറങ്ങാനായിട്ട് എന്നാ കിടക്ക്. ഞാൻ ലൈറ്റ് ഓഫ് ആക്കാൻ പോവാ. ലൈറ്റൊക്കെ കത്തിക്കും. കിടത്തി കഴിഞ്ഞ് പിന്നെ തിരിച്ചിവിടെ വരുവോ വെട്ടയില്ലാതെ? നീ കിടക്കാനായപ്പോ എന്നാ ഇവിടെ വന്ന് കിടക്കുവേ. ഒന്ന് ഇടുവാ. കട്ടിലേ വന്ന് ഇരിക്കേ. കട്ടിലേലിരിക്കേ. നീ വരാനേ. പിള്ളേരൊക്കെ വന്നോ? പിന്നെ പിള്ളേരൊക്കെ ഉറങ്ങി. പിള്ളേരൊക്കെ ഉറങ്ങിന്നേ. നീ നാളെ നേരം വെളുത്തിട്ട് എല്ലാം തപ്പാ. ഇങ്ങ് വാ. നാളെ നേരം വെളുത്തിട്ട് തപ്പാന്ന്. ഇങ്ങോട്ട് വരാൻ. ആടിനെ എന്റെ പശുവിനെ ഇങ്ങ് വന്ന് കിടക്ക്. വന്ന് കിടക്കാനേ. ലൈറ്റ് ഓഫ് ആക്കാൻ പോവാണേ. ഉറങ്ങിക്കോ. നല്ലൊരു വരാനുണ്ടോ? ആരും വരാനില്ല. ആരും വരാനില്ല.